ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു അൽഫാം ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മസാല കൂട്ടിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു പുതിന ചട്ടിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അൽഫാമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന പോലെയാണ് ഇത് കട്ട് ചെയ്ത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് 2 സൈഡൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചിക്കന് ഇതുപോലെ ഈ ഒരു നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സിയിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ ഈ ചിക്കനിലൊക്കെ. അപ്പോൾ നമുക്കിതൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഈ ഒരു ചിക്കന് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് ഈ ഒരു വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മാറ്റാം, ഫ്രീസറിലുള്ള താഴെ വെച്ചാൽ മതി കേട്ടോ. അരിപ്പക്കൊട്ടിലേക്ക് ഞാൻ എല്ലാ പീസും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തി മസാല ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുരുപെടാതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു ഗ്രീൻ അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാല കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിവിടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ട്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്, ഒരു 4-5 എടുക്കാം. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി പുതിന എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ അത് ഞാനൊരു മിക്സർ ജാറിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇതുപോലെ മസാലയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് പണികളൊക്കെ തീർക്കാനും പറ്റും. നമ്മൾ രാവിലെയൊക്കെയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഇതുപോലെ മസാലയൊക്കെ തേച്ച് വെക്കുക. ഈ ഒരു മസാല നമ്മുടെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാല തേച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കനിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ രാവിലെ നേരത്തെ തന്നെ ഇതുപോലെ മസാലയൊക്കെ തേച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിലല്ല കേട്ടോ, താഴെയായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അൽഫാം ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങളിതൊരു 3 മണിക്കൂറെങ്കിലും ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാൻ ഇത് റാപ്പ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്കുള്ള ഒരു റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ ഡ്രൈ ലെമനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളതും
പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ഒന്ന് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു അങ്ങനെ തന്നെ നമ്മൾ നടുക്ക് ഇടാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിടന്നതിനെ പൊട്ടിത്തെറിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 4-5 എടുക്കാം കേട്ടോ, എരിവില്ലാത്ത മുളകാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലയാണ് കേട്ടോ, അല്ലെങ്കിൽ അറബിക് മസാല ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരുന്നുണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് സെല്ല റൈസിൻ്റെ അരിയാണ് കേട്ടോ, ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡാണ് ഒന്നും കൂടി നല്ലത് ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു അരിയുടെ ആ ഒരു പശക്കൊന്ന് മാറാൻ വേണ്ടി ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 8 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കട്ടെ, കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മീതായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഫോയിൽ പേപ്പറാണ് ഞാൻ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ടൊന്നും ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഫോയിൽ പേപ്പറിനെയും ഇതുപോലെ അങ്ങനെ ഹോൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിൻ്റെ മീതെയായിട്ട് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കന് വെന്തതിന് ശേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മളെ ഒരു അരി വേവുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മീതെ കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ചിക്കൻ്റെ മീതെയും ഇതുപോലെ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ 2 ഫോയിൽ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് വീണ്ടും ഞാനത് കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അലുമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പർ നന്നായിട്ട് തന്നെ വെച്ച് കവർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമ്മളൊരു ഫ്രൈ പാനിൻ്റെ പാത്രത്തിനെ കാട്ടിയും ഒന്നും കൂടി സുഖം ഇതുപോലെ അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. ഫോയിൽ പേപ്പർ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം സുഖം, അതാണ് ഒന്നുകൂടി എളുപ്പം, നന്നായിട്ട് കവറായി കിട്ടും ചെയ്യും. ഇനി ഇത് മീതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തിയിട്ട് ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വെയിറ്റൊക്കെ വെച്ചതിന് ശേഷം ഇതൊരു 50 മിനിറ്റോളമാണ് ഞാനിത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അത് ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, നല്ല ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഒരു 50 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഒരു മന്തിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്കുള്ള പുതിന ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഒരു അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില കൂടുതലാവേണ്ട കേട്ടോ, പുതിനയിലാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 3-4 എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂണോളം തൈര്, നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ പുളി കുറവാണെങ്കിൽ 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഈ മിക്സർ ജാറിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ചട്നി കേട്ടോ. ഈ ഒരു മന്തിയിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 50 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെയിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാൻ കേട്ടോ. നമ്മുടെ ഒരു ഫോയിൽ പേപ്പറൊക്കെ നമുക്കിതിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ പതുക്കെ ഇതുപോലെ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളിതാ ഫോയിൽ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വെന്തോ എന്നുള്ളത് ഒന്ന് നുള്ളി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിൽ നിന്നും ഈ ചിക്കനൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയ സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഈ ഒരു മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഒരു മസാല ഒക്കെ ഇതുപോലെ ഒന്ന് നടുഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൈസിലേക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ അടിയിൽ നല്ല എണ്ണയൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും ഈ ഒരു റൈസിലേക്ക് അങ്ങനെ ആക്കി കൊടുത്താൽ മതി, അത് പുറത്തേക്ക് കളയണ്ട. അപ്പോൾ ഈ നമ്മുടെ ഒരു മന്തിയുടെ റൈസും നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഈ ഒരു പെരുന്നാൾ ഈ ഒരു വെറൈറ്റി മന്തി തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് ഞെട്ടിച്ച് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ചിക്കനൊക്കെ ഒരു മസാല കൂടുതലായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡും ഒന്ന് കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാണാനൊരു ഭംഗിയാണ്, പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് കളറാക്കി എടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനാണിപ്പോൾ. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ഒരു ചിക്കൻ നല്ല ഡ്രൈ ആയി പോകുള്ളൂ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെ 2 സൈഡും കളറാക്കി എടുക്കുക കേട്ടോ. ഒരു 1.5 മിനിറ്റൊക്കെ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 1.5 മിനിറ്റ് വെച്ചിട്ട് 1-2 സൈഡും ഒന്ന് കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതുപോലെ ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിന് ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടി കുറച്ച് റെഡ് കളറൊന്ന് ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളറും അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മന്തിക്കൊക്കെ ഇതുപോലൊരു കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ഒരു ചിക്കനൊക്കെ ഇതിന് മീതായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കൊരു സ്മോക്കിങ് കൂടിയും കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല അടിപൊളി ചിക്കൻ്റെ അൽഫാമിൻ്റെ ആ മന്തിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്താണ് സ്റ്റവ് കത്തിച്ച് ഓണാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ സ്റ്റവ് ഓണാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ആ ചിക്കനൊക്കെ ഇതിൽ നിന്നും മാറ്റിയെടുത്തിട്ട് നമ്മുടെ ആ ഒരു റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്, ഒരു വെറൈറ്റി മസാല തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ അൽഫാം മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പെരുന്നാളിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി മന്തിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അതിൻ്റെ ആ ഒരു എല്ലൊക്കെ അതിൽ നിന്ന് വേറിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് വേവിക്കുമ്പോൾ നിങ്ങൾക്കത് വേവുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. നിങ്ങൾക്കത് കാണുമ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ചോറിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുതിന ചട്നിയും കൂടിയും കൂട്ടിക്കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവർ എല്ലാവരോടും ബൈ.